നോക്കിയപ്പോൾ ഗുപ്തൻ നായരാണ് പാലക്കാട്ട് നിന്നും. വാര്യർ വളരെ സ്നേഹപൂർവ്വമാണ് അയാളോട് സംസാരിച്ചത്. മാധവേട്ട, സുഖമാണോ? സുഖമായിരിക്കുന്നു ഗുപ്ത. അവിടെയോ? ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും എന്തു പറയുന്നു? ഇവിടെയുണ്ട്. ചേച്ചിയും നന്ദനുമൊക്കെ എവിടെ? നന്ദൻ വന്നിട്ടില്ല, കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സരസ്വതി ഇവിടെയുണ്ട്. ഞാൻ വിളിച്ചത് ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. എന്താണ് ഗുപ്ത? അത് പിന്നെ ഇവിടെ നമ്മൾക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. വിവാഹകാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും കുട്ടിയെ കാണണമെന്ന്. മോതിരം മാറ്റം നടത്തിയാലോ എന്നൊരു ആലോചന. ദൂരം കൂടുതലായതുകൊണ്ട് ഒറ്റ വരവിന് തന്നെ നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ? അതിനെന്താ ചേട്ടാ, എല്ലാവരും പോരട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. മാധവേട്ടൻ വീട്ടിലെല്ലാവരോടും പറയൂട്ടോ, എന്നിട്ട് തീരുമാനം അറിയിച്ചാൽ മതി. ഞാനിവിടെ ആലോചിച്ചിട്ട് ഏത് ഡേറ്റ് ആണെന്ന് എത്രയും പെട്ടെന്ന് പറയാം. അയാൾ മറുപടി കൊടുത്തു. കുറച്ച് സമയങ്ങൾ കൂടി സംസാരിച്ച ശേഷം വാര്യർ ഫോൺ കട്ട് ചെയ്തു. മോതിരം മാറ്റം നടത്തതിനെ കുറിച്ച് പറയാനാണ് ഗുപ്തൻ വിളിച്ചത്. ഭാര്യയോടായി അയാൾ പറഞ്ഞു. ഓ, എന്നാണെന്ന് വലുതും പറഞ്ഞു ഏട്ടാ? ഡേറ്റൊക്കെ നമ്മൾ ആലോചിച്ച് പറയാനാണ് ഗുപ്തൻ പറഞ്ഞത്. മോളെ ഒന്ന് വിളിക്കുമോ? അവളോടുകൂടി ചോദിക്കാം. മോളെ ലച്ചു? ശാരദ ഉറക്കെ വിളിച്ചു. ലച്ചു അവിടേക്ക് ഇറങ്ങി വന്നു. എന്താ അമ്മേ? എന്തിനാ വിളിച്ചേ? നന്ദൻ്റെ അച്ഛനെ ഇപ്പോൾ വിളിച്ചു. കാര്യങ്ങളെല്ലാം മാധവ വാര്യരാണ് മക്കളോട് പറഞ്ഞത്. ഒരുതരം നിസ്സംഗഭാവമായിരുന്നു അവൾക്കപ്പോൾ. നീ എന്താ ഒന്നും പറയാത്തത്? അമ്മ ചോദിച്ചപ്പോൾ അവളൊന്ന് പകച്ചു. ഞാൻ എന്തു പറയാനാണമ്മേ? അവൾ സാവധാനം പറഞ്ഞു. അതാടി എൻ്റെ മക്കൾ. അവർക്ക് രണ്ടാൾക്കും നമ്മുടെ തീരുമാനങ്ങൾ തന്നെയാണ്. ഞാൻ എന്തായാലും ബാലകൃഷ്ണനെ ഒന്ന് വിളിക്കട്ടെ. അയാൾ ഫോൺ എടുത്തുകൊണ്ട് ചായപ്പിലേക്ക് നടന്നു. ബാലകൃഷ്ണനോട് വിളിച്ച് ഉടനെ തന്നെ വാര്യർ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. അളിയനെപ്പോൾ എന്നെ വിളിച്ച് വെച്ചതേ ഉള്ളൂ മാധവ. നമുക്ക് അടുത്തൊരു മുഹൂർത്തം നോക്കാം, അല്ലേ ബാല? അതെ, വെച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ബാലനും തൻ്റെ സുഹൃത്തായ മാധവൻ്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു ആ കാര്യത്തിൽ. ഈ വരുന്നതിൻ്റെ പിറ്റേ ഞായറാഴ്ച നല്ല ദിവസമാണ്, നമുക്കത് നടത്തിയാലോ? വാര്യർ പാലക്കാട്ടേക്ക് വിളിച്ചു. അവർക്ക് എന്തിനും സമ്മതമായിരുന്നു. അതിനുശേഷം മാധവ വാര്യർ തൻ്റെ ചേട്ടനെയും വിളിച്ചു. അയാളോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അയാൾക്കും സന്തോഷമായിരുന്നു. അങ്ങനെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഓരോരോ ആളുകളെ വിളിച്ച് ഗുപ്തൻ നായർ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് വിങ്ങുന്ന നെഞ്ചുമായി ലച്ചു അകത്തെ മുറിയിലിരുന്നു. അശോകേട്ട എന്ന് വിളിച്ചുകൊണ്ടുള്ള മകളുടെ പോക്ക് കണ്ടപ്പോൾ വാര്യർക്ക് എന്തോ പന്തികേട് തോന്നി. അശോകേട്ട, എന്ത് ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാമോ? അതും പറഞ്ഞുകൊണ്ട് ലച്ചു കരഞ്ഞു. എൻ്റെ സാഹചര്യം അതായിപ്പോയി ലച്ചു, സോറി. അവൻ മെല്ലെ പറഞ്ഞുകൊണ്ട് അവളെ ദയനീയമായി നോക്കി. എന്താണ് പറ്റിയത് തൻ്റെ മകൾക്ക് എന്ന് അത്ര ആലോചിച്ചിട്ടും അയാൾക്ക് പിടികിട്ടിയില്ല. എന്തിനാണ് ഇവൾ അശോകിനെ ഫോണിൽ വിളിച്ചത്? അത്രമാത്രം ഇവർ തമ്മിൽ പറയാൻ എന്തിരിക്കുന്നു? വാര്യരുടെ നെറ്റി ചുളിഞ്ഞു. ആദ്യമായിട്ടാണ് ലച്ചു അശോകിൻ്റെ അടുത്തേക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ചെല്ലുന്നതെന്ന് ദേവുവിനും തോന്നി. ചേച്ചി എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇതെന്താ പറ്റിയത്? എന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ദേവുവിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. എൻ്റെ ഭഗവാനെ, നീ തന്നെ തുണ, കൈവിടിയല്ലേ? അവൾ മനസ്സിൽ ഉരുവിട്ടു. അശോകിനെ കണ്ടതും ലച്ചുവിൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകി. അവനും തിരിച്ചതേ അവസ്ഥയിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവനാകെ കോലം വിട്ടുപോയതായി വാര്യർക്കും തോന്നി. ആരും കാണാതെ കണ്ണീർ തുടച്ചുകൊണ്ട് ലച്ചു അശോകിനൊപ്പം വാര്യരുടെ അടുത്തേക്ക് വന്നു. അച്ഛാ, ഞാൻ... ലച്ചു എന്തോ പറയുവാനായി ആരംഭിച്ചതും വാര്യർ അവളെ കൈയെടുത്ത് വിലക്കി. ദേവു, ചേച്ചിയും കുട്ടി അകത്തേക്ക് പോ. എന്നിട്ട് അശോകേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരൂ. നീ... വാര്യരുടെ ശബ്ദം മുഴങ്ങി. പതിവില്ലാത്ത വിധം അതിലിത്തിരി ഗൗരവം നിറഞ്ഞു നിന്നതായി അവർക്കെല്ലാവർക്കും മനസ്സിലായി. പെൺകുട്ടികൾ രണ്ടുപേരും ഒന്നും പറയാതെ വേഗത്തിൽ തന്നെ അകത്തേക്ക് പോയി. അശോക്, കയറി വരൂ മോനെ. ഇതെന്താ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇന്നലെ വൈകുന്നേരം കണ്ടിട്ടുകൂടി ബാലകൃഷ്ണൻ എന്നോടൊന്നും പറഞ്ഞതുമില്ല. വാര്യർ അശോകിനെ ക്ഷണിച്ചു. ഒരു നിമിഷം അങ്കിൾ, അച്ഛനൊന്ന് വന്നോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം എന്നും പറഞ്ഞ് അശോക് വഴിയിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ലച്ചുവിനും അശോകിനും ഇടയിലുണ്ട് എന്ന് വാര്യർക്ക് തോന്നി. ഇവർ തമ്മിൽ ഇഷ്ടമാണോ, അതോ അശോക് ആർക്കെങ്കിലും മധ്യസ്ഥനായിട്ട് വന്നതാണോ എന്നാണ് അയാൾക്ക് ആദ്യമായി സംശയം തോന്നിയത്.
ഈ വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെയുള്ള ലച്ചുവിൻ്റെ ഓരോരോ സംഭവ വികാസങ്ങൾ അയാളുടെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞു. ഇനി ലച്ചുവിന് ആരെങ്കിലുമായി അടുപ്പമുണ്ടോ ആവോ? അയാൾക്ക് തല പെരുക്കും പോലെ തോന്നി. താൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അതിനുള്ള ഒരിട തൻ്റെ 2 പെൺകുട്ടികളും വരുത്തിയിട്ടില്ല താനും. ബാലകൃഷ്ണൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് വാര്യർക്കുറപ്പായി. ആലോചിച്ചിട്ടാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നുമില്ല. അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ബാലൻ വരും. അപ്പോൾ കാര്യങ്ങൾ അറിയാം. ബാലൻ എന്തായാലും തന്നോട് നുണ പറയില്ല എന്നയാൾ കണക്ക് കൂട്ടി. അപ്പോഴേക്കും ബാലകൃഷ്ണനും ശോഭയും കൂടി വരുന്നുണ്ടായിരുന്നു അവരുടെ വണ്ടിയിൽ. നീ എന്താ മോനെ ഒരു മുന്നറിയിപ്പ് പോലും തരാതുന്നത്? അതും ഇങ്ങോട്ട്? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോടാ. കാറിൽ നിന്നും ബാലകൃഷ്ണനൊപ്പം വന്ന ശോഭ മകനെ നോക്കിക്കൊണ്ട് ഇറങ്ങുകയായിരുന്നു. മറുപടിയായി അശോക് ഒന്ന് മന്ദഹസിക്കുക മാത്രമാണ് ചെയ്തത്. ഉടനെയൊന്നും നാട്ടിലേക്ക് വരാമെന്ന് ഓർക്കണ്ട എന്ന് പറഞ്ഞു പോയ നീയാണ് മോനെ ഇത്. എന്താ പറ്റിയേ? നിന്റെ മുഖമൊക്കെ വല്ലാണ്ട്. കാർ ഒതുക്കിയിട്ട് ബാലകൃഷ്ണൻ മകൻ്റെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിലൊന്ന് തട്ടി. നിങ്ങളെല്ലാവരും അകത്തേക്ക് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം, വാര്യർ എല്ലാവരോടുമായി പറഞ്ഞു. അതെ അതെ, എന്തിനാ എല്ലാവരും കൂടി ഈ വാതിൽക്ക് നിൽക്കുന്നേ അല്ലേ? ശോഭയാണ് ആദ്യം കയറിയത്, പിന്നാലെ മറ്റുള്ളവരും. ശാരദേ, ശോഭ ഉച്ചത്തിൽ വിളിച്ചു. ദാ വരുന്ന ചേച്ചി, ചായ എടുക്കുക. ഒരു ട്രേയിൽ എല്ലാവർക്കുമുള്ള ചായയുമായി ശാരദ ഹാളിലേക്ക് വന്നു. ശാരദ കൊടുത്ത ചായ എടുത്തുകൊണ്ട് അവിടെ കിടന്ന കസേരകളിലായി ഓരോരുത്തരും ഇരുന്നു. പിള്ളേരെന്തിയെ? കണ്ടില്ലല്ലോ രണ്ടാളെയും. ഇവിടെ ഇല്ലേ? ശോഭ അകത്തേക്ക് നോക്കി ചോദിച്ചു. അവർ അപ്പുറത്തുണ്ട്, ടൗണിൽ പോകണമെന്നൊക്കെ പറയണ കേട്ടു, വാര്യർ ഒരു ഒഴുക്കൻ മട്ടി പറഞ്ഞു. എന്തിനാ നീ ഇന്ന് എല്ലാവരോടും ഇവിടെ കൂടാൻ പറഞ്ഞു വിളിച്ചത് മോനെ? എന്താണ് നിനക്ക് ഞങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്? ബാലകൃഷ്ണൻ ആശ്ചര്യത്തോടെ മകനെ വീണ്ടും നോക്കി. ചായ കുടിച്ച ഗ്ലാസ് ടീപ്പോയിൽ വെച്ചിട്ട് അശോക് പതിയെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അശോകിന് വല്ലാത്ത മാനസിക പിരിമുറുക്കമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനൊരു സാഹചര്യത്തിൽ മകനെ ആദ്യമായി കാണുകയായിരുന്നു ബാലകൃഷ്ണനും ശോഭയും. എന്താണ് അശോകെ, എന്താ പറ്റിയത്? വന്നപ്പോൾ മുതൽ നീ ഉരുണ്ട് കളിക്കുകയാണ്. കാര്യം എന്താണെന്ന് തെളിച്ചു പറയേ. ബാലകൃഷ്ണൻ മകനെ നോക്കി. എനിക്ക് നിങ്ങളോടൊക്കെ എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോടെല്ലാവരോടുമായി പറയാനുണ്ട്. അത് എന്നെ കൂടാതെ അറിയാവുന്ന മറ്റൊരാൾ ലച്ചുവാണ്. അശോക് മെല്ലെ പറഞ്ഞു തുടങ്ങി. എല്ലാ കണ്ണുകളും അശോകിൻ്റെ മുഖത്താണ്. ആദ്യം നീലിമയുടെ വിവാഹം കഴിഞ്ഞിട്ടാവാമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ബാംഗ്ലൂരേക്ക് മടങ്ങേണ്ടതായി വന്നു. അതുകൊണ്ട് ഞാൻ ഇനി അവധിക്ക് വരുമ്പോൾ പറയാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. കാര്യങ്ങൾ കൈവിട്ടും പോകും മുൻപ് അതാണ് ഞാൻ ഓടിയെത്തിയത്. അശോക് പറയുകയാണ്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെറുതെ മനുഷ്യനെ ടെൻഷൻ കൂട്ടാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറയടാ. എന്താടാ നിന്റെ പ്രശ്നം? ബാലകൃഷ്ണൻ മകൻ്റെ അടുത്തേക്ക് വന്നു. പ്രശ്നം എന്തുണ്ടായാലും പരിഹരിക്കാൻ നമുക്ക് പറ്റണം, അതല്ലേ ശരിയായ നടപടി? അശോകിൻ്റെ മറുപടി അതായിരുന്നു. നീ കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി. ശോഭയ്ക്കും ക്ഷമ നശിച്ചു. വാര്യരും ഭാര്യ ശാരദയും മാത്രം നിശബ്ദത പാലിച്ചു നിൽക്കുകയാണ്. രണ്ടുപേരുടെയും മനസ്സിൽ ആദിയാണ്. അശോക് എന്താണ് പറയുന്നതെന്ന് ഓർക്കുന്തോറും അവർക്ക് വല്ലാത്ത പരവേശമായിരുന്നു. അമ്മേ, ഞാനും ലച്ചുവും തമ്മിൽ ഇഷ്ടത്തിലാണ്. അടുത്ത വരവിന് പറയാമെന്ന് ഓർത്താണ് ഞാനിരുന്നത്. നന്ദനിടയിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല ഞങ്ങൾ ഇരുവരും പരസ്പരം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച് തന്നെയാണ് സ്നേഹിച്ചത്. ഇനി ഒരിക്കലും പിരിയാനാകില്ല താനും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം കാണണം, അശോക് പറഞ്ഞു നിർത്തി. ശോഭയും ബാലകൃഷ്ണനും അങ്കലാപ്പോടെ മകനെ നോക്കി നിൽക്കുകയാണ്. വാര്യർക്കും ഭാര്യയ്ക്കും പക്ഷേ ഏകദേശം അറിയാമായിരുന്നു ഇവർക്കിടയിൽ എന്തോ ഉണ്ടെന്ന്. ലച്ചു ഓടിപ്പോയപ്പോൾ അവർക്ക് തോന്നിയിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത് മോനെ? 2 ദിവസം കൂടി കഴിഞ്ഞ് ഇവിടെ ഒരു ചടങ്ങ് നടക്കാനിരിക്കെ നീ എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? ബാലകൃഷ്ണൻ മകനെ നോക്കി. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് ലച്ചു മാത്രമായിരിക്കും. എല്ലാം ഉറപ്പിച്ച മട്ടിലായിരുന്നു അശോക്. ഇടാ അശോകെ, നീ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കലടാ. അച്ഛൻ എന്നെ വിശ്വാസമില്ലെങ്കിൽ ലച്ചുവിനെ വിളിക്ക്, അവളോട് ചോദിക്ക്.
എന്നിട്ട് തീരുമാനിക്കും എന്താണെന്ന് വെച്ചാൽ. അശോക് വീറോടെ ബാലകൃഷ്ണനെ നോക്കി പറഞ്ഞു. മാധവ, നീ എന്താടാ ഒന്നും പറയാത്തത്? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു. ബാലൻ തൻ്റെ സ്നേഹിതൻ്റെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഇരുകൈകളും ശിരസിലൂന്നിയിരിക്കുകയായിരുന്നു വാര്യർ. നീ പോയി ലച്ചുവിനെ വിളിക്കു ബാല. അശോക് പറഞ്ഞതുപോലെ എൻ്റെ മകൾക്കും ഇതിൽ പങ്കുണ്ടോയെന്നറിയണ്ടേ. എന്നിട്ടാവാം ബാക്കി. മാധവ വാര്യർ പതുക്കെ പിറുപിറുത്തു. ലച്ചു മോളെ. ബാലകൃഷ്ണൻ ഉറക്കെ വിളിച്ചു. അശോകിൻ്റെ കണ്ണുകൾ വാതിൽപ്പടിയിലാണ്. ലച്ചു പതിയെ മുൻപോട്ട് വന്നു. ആ, ലച്ചു വന്നല്ലോ. ബാലകൃഷ്ണൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, നാളെ കഴിഞ്ഞ് നിന്റെ വിവാഹ നിശ്ചയവും അതിനുശേഷവും 1 മാസത്തിനിടയ്ക്ക് നിന്റെ കല്യാണവുമാണ്. നിനക്കതറിയാമല്ലോ അല്ലേ? അയാൾ ചോദിച്ചപ്പോൾ അവൾ മെല്ലെ തലകുലുക്കി. നിനക്കതിൽ സമ്മതക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ചോദ്യം ബാലകൃഷ്ണൻ അവളോട് ചോദിച്ചെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്പസമയം കൂടി നിന്നിട്ട് ബാലൻ മറ്റുള്ളവർക്ക് മുൻപിലേക്ക് തിരിഞ്ഞു. എന്തെങ്കിലും സമ്മതക്കുറവുണ്ടോ മോളെ? പറയൂ. അയാൾ വീണ്ടും അവളെ നോക്കി. പക്ഷെ അപ്പോഴും ലച്ചു ഒന്നും മിണ്ടിയില്ല. ദേ, എല്ലാവരും നോക്കി. ലച്ചുവിന് ഒരു സമ്മതക്കുറവുമില്ല. അതല്ലേ ഈ കുട്ടി ഒന്നും പറയാത്തത്? അതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എൻ്റെ മകൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാധവ, നീ ക്ഷമിക്കണം കേട്ടോടാ. ശോഭേ, ഇറങ്ങി വാ, നേരം കളയാതെ പോകാം. ബാലകൃഷ്ണൻ തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് നടന്നു. അങ്കിൾ. അയാൾ വാതിൽക്കെത്തിയതും ലച്ചു കരഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു. ബാലകൃഷ്ണൻ തിരിഞ്ഞു നിന്നു. എന്താ, ലച്ചുമോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? അയാൾ ചോദിച്ചു. ലച്ചു പതിയെ തലതിരിച്ച് അച്ഛനെ നോക്കി. തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന നിസ്സഹായനായ അച്ഛനെ കണ്ടപ്പോൾ അവളുടെ ചങ്കു പൊട്ടി. അരുതാത്തതൊന്നും തൻ്റെ നാവിൽ നിന്നും വീഴരുതേ എന്നായിരുന്നു ആ മുഖത്ത്. അവൾ ഓടിച്ചെന്ന് അയാളുടെ കാൽക്കൽ വീണു. സോറി അച്ഛ, എനിക്ക് എനിക്ക് അശോകേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അശോകേട്ടൻ മതി, വേറെ ആരും വേണ്ട. പ്ലീസ് അച്ഛ. പൊട്ടിക്കരയുകയാണ് ലച്ചു. തൻ്റെ കാലിൽ പിടിച്ച് കണ്ണീർ വാർക്കുന്ന മകളെ ഒരു നിമിഷം അയാൾ നോക്കിയിരുന്നു. അവളുടെ കണ്ണീര് കണ്ട് അശോകിന് അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാണ്? അവൻ സ്വയം കടിച്ചമർത്തി. അച്ഛ, സോറി അച്ഛ. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയതാ. പക്ഷെ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് തൻ്റെ മകളെ ഇത്രയും കണ്ണീരോടെ വാര്യർ കാണുന്നത്. ശാരദേ, മോളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ, വാര്യർ പറഞ്ഞപ്പോൾ ശാരദ അവിടേക്ക് ഇറങ്ങി വന്നു. ലച്ചു, എഴുന്നേറ്റ് വാ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? അവർ അവളുടെ തോളിൽ പിടിച്ചു. ലച്ചു മെല്ലെ എഴുന്നേറ്റു. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു. ശാരദയാണെങ്കിൽ മകളെയും കൂട്ടി അകത്തേക്ക് പോയി. ലച്ചു പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് ദേവൂട്ടിയും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇനി നന്ദേട്ടനോട് എന്തു പറയും? അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടും. ബന്ധുമിത്രാദികൾ മുഴുവനും നിശ്ചയത്തിനെത്തുമ്പോൾ എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് തല പെരുത്തു. ചേച്ചി, ദേവൂട്ടി വിളിച്ചതും ലച്ചു അവളെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? അച്ഛനും അങ്കിളും കൂടി എല്ലാം തീരുമാനിച്ചോളും. അവൾ ലച്ചുവിനെ സമാധാനിപ്പിച്ചു. സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അകത്തെ സ്വീകരണ മുറിയിൽ. സരസ്വതി ചേച്ചിയെ വിളിച്ച് കാര്യം പറ ബാലേട്ട, അല്ലാതെ ഇപ്പോൾ എന്തോ ചെയ്യും? ശോഭയാണ് മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് സംസാരിച്ചത്. എന്ത് കാര്യമാണ് നീ ഉദ്ദേശിച്ചത്? ബാലൻ കണ്ണടക്കിടയിലൂടെ ഭാര്യയെ നോക്കി. ലച്ചുവും നന്ദുവുമായിട്ടുള്ള ഈ വിവാഹം നടക്കില്ലെന്ന് പറയൂ. പിന്നെ അല്ല എന്താ? ശോഭ ഒട്ടും മയമില്ലാതെ പറഞ്ഞു. ഒറ്റ വാചകത്തിൽ നീ കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അല്ലാതെ എന്ത് ചെയ്യും ബാലേട്ട? കാര്യത്തിന് നീക്കുപോക്ക് വേണ്ടേ? ശോഭയ്ക്ക് ദേഷ്യം വന്നു. എടി, നന്ദൻ അവൻ്റെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരോടൊക്കെ പറഞ്ഞു അവൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന്. അവർ ക്ഷണക്കത്തടിച്ച് എല്ലാവരും വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. റിലേറ്റീവ്സ് എല്ലാവരും ഇന്നു മുതൽക്കേ എത്തും. ഈ അവസാന നിമിഷം ഇവൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ അവളോട് വിളിച്ചു പറയും ഈ കാര്യം? ബാലകൃഷ്ണൻ കയർത്തു. നിനക്ക് നേരത്തെ ഇങ്ങോട്ട് വരാൻ മേലായിരുന്നോടാ അശോകെ? അച്ഛൻ പറഞ്ഞതുപോലെ ഈ മുഹൂർത്തം നേരത്തെ എത്തിയിട്ട് ഇനി എന്തോ ചെയ്യും? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് രണ്ടും കൂടി.
ശോഭയാണെങ്കിൽ മകനെ ദേഷ്യത്തിൽ നോക്കി പല്ലി ഞെരിച്ചു. സരസ്വതി ചേച്ചിയാണെങ്കിൽ കുറച്ചു മുന്നേ കൂടി എന്നെ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്തൊരു സന്തോഷത്തിനാണെന്നോ ചേച്ചിയും ചേട്ടനും ഒക്കെ. ഈശ്വര, ഞാൻ ഈ കാര്യം എങ്ങനെ അവരെ പറഞ്ഞു ധരിപ്പിക്കും? ബാലനാണെങ്കിൽ നെഞ്ചു തടവി ഇരുന്നു പോയി. അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം, പോരെ? ദേ, ഒരൊറ്റ അടി വെച്ച് തരും കേട്ടടാ. എല്ലാം വരുത്തി വെച്ചിട്ട് അവൻ്റെ ഡയലോഗ്. അയാൾ മകൻ്റെ നേർക്ക് കൈ ഓങ്ങി. അച്ഛന് പേടിയാണെന്ന് പറഞ്ഞതുകൊണ്ടാ. പേടിയോ? ആർക്കാടാ പേടി? ഞാൻ അങ്ങനെ നിന്നോട് എപ്പോഴാണ് പറഞ്ഞത്? അയാൾ മകനോട് കയർത്തു. അച്ഛനൊന്നും പറയാൻ നിൽക്കേണ്ട, ഞാൻ നന്ദനെ വിളിച്ചോളാം. എങ്കിൽ നേരത്തെ ആയിക്കൂടായിരുന്നോ? കല്യാണക്കാര്യം ലച്ചു നിന്നോട് മുൻപേ അറിയിച്ചു കാണുമല്ലോ. എന്നിട്ടവൻ വന്ന സമയം. എനിക്ക് ലീവ് കിട്ടാത്തത് കൊണ്ടാണ്. എങ്കിൽ നിനക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? എന്നും അമ്മയെ വിളിച്ച് നീ സംസാരിക്കുന്നതല്ലായിരുന്നോടാ? അത് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. കാരണം ഒരുപാടുണ്ട് അവന് വിശദീകരിക്കാൻ. എൻ്റെ കൈയുടെ ചൂടറിയുണ്ടെങ്കിൽ മാറിപ്പോയിക്കോണം. ബാലൻ്റെ ശബ്ദമുയർന്നു. ബാലനൊന്ന് വരിക. വെറുതെ ഓരോന്ന് പറഞ്ഞ് അശോകനോട് വഴക്കുണ്ടാക്കേണ്ട. വാര്യർ പതിയെ പുറത്തേക്കിറങ്ങി. മകനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ബാലനും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ബാല, നമ്മളിനി എന്താ ചെയ്യുക? കുട്ടികൾ രണ്ടുപേരും ഇങ്ങനെയൊക്കെയാണെന്ന് ആരും അറിഞ്ഞില്ല. ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ലച്ചുവും നന്ദുവുമായിട്ടുള്ള മോതിരമാരും നടത്തും. വാര്യർ തൻ്റെ കൈമുഷ്ടികൾ രണ്ടും തൂട്ടിത്തിരുമി. എനിക്കറിയില്ല മാധവ, ഞാൻ എങ്ങനെ അവളോട് ഈ കാര്യം പറയും? അവൾ എങ്ങനെയാവും പ്രതികരിക്കുന്നത്? ഓർത്തിട്ട് എനിക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരം. എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. വാര്യർ പറഞ്ഞപ്പോൾ അയാൾക്കും തോന്നി അത് ശരിയാണെന്ന്. ഈ കുട്ടികൾ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ഒടുക്കം എല്ലാം അറിയിച്ച നേരം കണ്ടില്ലേ? രണ്ടിനിട്ട് പോരുന്ന് പൊട്ടിക്കുക വേണ്ടത്. ബാലന് ദേഷ്യം വന്നു. അയാൾ ഫോൺ എടുത്തുകൊണ്ട് മെല്ലെ വെളിയിലേക്ക് പോയി. ആരെയോ ഡയൽ ചെയ്ത ശേഷം ഫോൺ എടുത്ത് കാതോട് ചേർത്ത് വെച്ചു. സരസ്വതിയെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വൈകാതെ വാര്യർക്ക് മനസ്സിലായി. കൈയെടുത്ത് തല കുടഞ്ഞുമൊക്കെയാണ് അയാൾ സംസാരിക്കുന്നതും. അതിൽ നിന്നും ബാലൻ്റെ മാനസിക സംഘർഷം വ്യക്തമായിരുന്നു. 10-20 മിനിറ്റ് സംസാരിച്ചിട്ട് അയാൾ ഫോൺ പോക്കറ്റിൽ തിരികെ കൊണ്ട് വാര്യരെ സമീപിച്ചു. ബാലൻ്റെ മുഖത്ത് വല്ലാത്ത വേദന നിഴലിച്ചു നിന്നു. സംസാരിച്ചോ ബാല? ഒരു നെടുവീർപ്പോടുകൂടി അയാൾ വന്ന് അരബത്തിയിലിരുന്നു. അവൾക്ക് നല്ല സങ്കടമുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഈ കുട്ടികൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ബാലകൃഷ്ണൻ ദയനീയമായി മാധവ വാര്യരെ നോക്കി ചോദിച്ചു. ഞാൻ എന്താ എൻ്റെ ബാല നിന്നോട് പറയേണ്ടത്? അയാളുടെ വിഷമം കണ്ടപ്പോൾ വാര്യർക്കും സങ്കടമായിരുന്നു. സരസ്വതിയാണെങ്കിൽ ഗുപ്തനോടും നന്ദനോടും എങ്ങനെ ഈ കാര്യം അവതരിപ്പിക്കുന്നതാണ് എന്നോട് ചോദിക്കുന്നത്. അത് ശരിയല്ലേ? ബാലകൃഷ്ണൻ ആകെ അസ്വസ്ഥനായി. ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഓർത്തിട്ട് ഒരു ഊഹവുമില്ല. കുഴപ്പമില്ലടാ, നീ വിഷമിക്കാതെ. എങ്ങനെ വിഷമിക്കാതെ ഇരിക്കും മാധവ? ഞാൻ വിളിച്ച് സംസാരിക്കാൻ നന്ദനോട്. അയാൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ? കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പം നന്ദുവിൻ്റെ ശത്രുപക്ഷത്ത് വന്നത് ആരാണ്? അതുകൂടെ നീയൊന്ന് ഓർത്തേ. അയാൾ ആലോചനയോടെ ബാലനെ നോക്കി. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ആരാണ് കാരണക്കാർ? അകത്തിരിക്കുന്ന എൻ്റെ മകനും നിൻ്റെ മകളും അല്ലേടാ? ശോഭേ! ബാലകൃഷ്ണൻ ഭാര്യയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വീണ്ടും പോയി. അശോകാണെങ്കിൽ ഫോൺ എടുത്ത് എന്തൊക്കെയോ നോക്കിയിരിപ്പാണ്. ശോഭ അപ്പോഴേക്കും ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ ബാലേട്ടാ? ശോഭേ, നിനക്കല്ലായിരുന്നു ഏറ്റവും നിർബന്ധം നിന്റെ മകനെ കൊണ്ട് ലച്ചുവിനെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ളത്? അയാൾ ഭാര്യയെ നോക്കി ചോദിച്ചു. ശോഭ ഒരു നനുത്ത പുഞ്ചിരിയാണ് അയാൾക്ക് മറുപടിയായി കൊടുത്തത്. നിനക്ക് ഈ കാര്യം നേരത്തെ ഒന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കീർണമാവില്ലായിരുന്നു കേട്ടോ, അയാൾ ഗൗരവത്തിൽ ഭാര്യയോട് പറഞ്ഞു. എൻ്റെ ശാരദയെ, ഉള്ള കാര്യം പറയാലോ. എനിക്കാണെങ്കിൽ ലച്ചുവിനെ ഇവനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു താല്പര്യം. ഞാനത് പലപ്പോഴും ഏട്ടനോട് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. പിന്നെ സരസ്വതിയാണെങ്കിൽ ഇങ്ങനൊരു നീക്ക് നടത്തിയപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് വിധിച്ചിട്ടില്ല ലച്ചുവിനെ എന്നോർത്ത് പിന്നെ ഞാൻ സമാധാനിച്ചു. ശോഭ ലച്ചുവിൻ്റെ അമ്മയോടായി പറഞ്ഞു. ശാരദ ഒന്നും മിണ്ടാതെ വിളറെ ചിരിയോടെ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് നിന്നു. ഞാൻ എന്തായാലും ഇറങ്ങുക. സരസ്വതി വിവരം അറിഞ്ഞ സ്ഥിതിക്ക് അവരോടൊക്കെ ഈ കാര്യം പറയട്ടെ, എന്നിട്ടാവും ബാക്കി. വാര്യരോടായി പറയുകയാണ് അയാൾ. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ മാധവ. അവൾ എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ.
അതും പറഞ്ഞ് ബാലകൃഷ്ണൻ പോകാനായി തയ്യാറായി. ശോഭയും മകനും അയാളുടെ ഒപ്പം എഴുന്നേറ്റു. ലച്ചു, ദേവു, ഞങ്ങൾ ഇറങ്ങും കേട്ടോ, ശോഭ വിളിച്ചു പറഞ്ഞു. ദേവു മാത്രം പുറത്തേക്ക് വന്നു. വൈകാതെ അവർ 3 പേരും മടങ്ങിപ്പോയി. ഈ സമയം കൃഷ്ണമംഗലം തറവാട്ടിൽ എല്ലാവരും കൂടി ചർച്ചയിലായിരുന്നു. സരസ്വതി അപ്പോഴേക്കും സഹോദരനിൽ നിന്നറിഞ്ഞ കാര്യങ്ങളൊക്കെ ഭർത്താവിനോടും മകനോടുമായി അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി മോനെ, ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നിന്റെ ജീവിതം പോകില്ലടാ. മനസ്സിലൊരാളോടുള്ള പ്രണയവും നിറച്ച് ആ കുട്ടി നിന്റെ ഒപ്പം കഴിയുന്നതെന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഗുപ്തൻ നായർ മകനോട് പറഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോയ നന്ദനെ വിളിച്ചു വരുത്തിയതാണ് സരസ്വതിയും ഭർത്താവും. ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് അവർക്ക് തോന്നി. മകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മറുത്തൊരക്ഷരം മൊഴിയാടാതെ അവൻ എല്ലാം കേൾക്കുക മാത്രമാണ് ചെയ്തത്.